ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമുക്കും റാഹത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിന്നറിന് സ്പെഷ്യലായി ഉണ്ടാക്കിയ കുറച്ച് വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമായിരുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനായിട്ട് ഇത് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് ലോഡസ് ഫ്രൈസും പിന്നെ പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചിക്കന്. ഇത് ലോഡഡ് ഫ്രൈസിനുള്ള ചിക്കനാണ് കേട്ടോ. അത് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വിനീഗർ, സോയാ സോസ്, ചില്ലി ഫ്ലെക്സ്, കോൺഫ്ലവർ പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി പാസ്തക്കുള്ള ചിക്കൻ വേവിച്ചെടുക്കലാണ് കേട്ടോ. അതിനായിട്ട് ഇതാ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കലാണ്. അങ്ങനെ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് അപ്പുറത്തടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഇപ്പുറത്തടുപ്പിൽ പാസ്ത വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് പാസ്ത ചേർത്ത് കൊടുക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇറക്കി വെച്ച് ഇനിതാ പാസ്ത ചേർത്ത് കൊടുക്കലാണ്. ഇവിടെ ഭയങ്കര മയിലുണ്ട് കേട്ടോ. മയിലിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഇതാ പാസ്ത വെന്തിനാന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വെന്തിട്ടാനും കുറച്ചും കൂടി വെവാനുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഇതാ മയോണീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മയോണീസ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കലാന്ന് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അപ്പുറത്തടുപ്പിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ 2 പീസാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് രാവിലത്തേക്ക് വെള്ളയപ്പത്തിന് അരച്ച് വെക്കാനാണ് കേട്ടോ. പിന്നെ ഈസ്റ്റും പഞ്ചസാരയിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതും നടക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പാസ്തക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കലാണ്. അതിനായിട്ട് ഇതൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽട്ടാകുന്ന സമയത്ത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കണം കേട്ടോ. അതിനുശേഷം മൈദയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ച് ചൂടാകുമ്പോൾ ഇറക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ആദ്യം അടുപ്പത്ത് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതാ പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പാൽ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മൈദ കട്ട കെട്ടിപ്പോവും. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് സോസ് കുറച്ച് ഒന്ന് കട്ടിയാകുമ്പോൾ അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ വെള്ളയപ്പത്തിന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം.
അതിനുശേഷം പാസ്ത ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഞാൻ ഉപ്പ് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാസ്തക്ക് ഇത്രയും പണിയുണ്ട് കേട്ടോ. പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കനും ചേർത്ത് കൊടുക്കുക കേട്ടോ. മയിലിൻ്റെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഇനി നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ പാസ്ത റെഡി ആയിട്ടാ. ഈ ചട്ടി വെച്ച് കൊടുത്തതെന്ന് വെച്ചെങ്കിൽ ലോഡഡ് ഫ്രൈസ് പിന്നെ ബേക്ക് ചെയ്തെടുക്കാനാണ് കേട്ടോ. അതിനായിട്ട് ഇതൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഏതാണോ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം അത് എടുക്കുക കേട്ടോ. അതിലേക്ക് ഇത് ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മയോണൈസും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം മയോണൈസ് ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസ് ഉണ്ടായിട്ട് കേട്ടോ കിട്ടിയിട്ട്, അതുകൊണ്ട് സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനനുസരിച്ച് പൈപ്പിംഗ് ബാഗിൽ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ചിക്കനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീസും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ചൂടായ ചട്ടിയിൽ വെക്കുക കേട്ടോ. ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു ബക്ക് ഉണ്ടാകുന്ന വട്ടത്തിൻ്റെ കറിയിൽ ഇറക്കി വെക്കുന്ന അങ്ങനത്തെ സംഭവമില്ല, അത് വെക്കുക കേട്ടോ. വച്ചിട്ട് ചൂടായതിന് ശേഷം പിന്നെ ഈ പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ റെഡിയായി കിട്ടും. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. വെച്ച് കൊടുക്കുന്ന വീഡിയോയിലും എൻ്റെ അത് മിസ്സായിപ്പോയി കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നാരങ്ങ സർബത്താണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പാസ്തയും ലോഡഡ് ഫ്രൈസും പിന്നെ നാരങ്ങ വെള്ളവും അടിപൊളി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.